പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ജസ്ന സലീമുമായി ഫോണിൽ സംസാരിച്ചു. അതിൻ്റെ കാരണം ഇന്നലെ അവരുടെ ചാനലിൽ അവരൊരു വീഡിയോ ചെയ്തു. ഒരു വിശദീകരണം എന്ന നിലയിലാണ് അവർ ആ വീഡിയോ ചെയ്തത്. ആ വീഡിയോയിൽ അവർ പറഞ്ഞൊരു കാര്യം, ഞാൻ ഒരു തരത്തിലുള്ള മതസ്പർദ്ധയും വളർത്തിയിട്ടില്ല, ഇരു മതങ്ങൾക്കിടയിൽ കലാപം ഉണ്ടാക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയത ഉണ്ടാക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന രീതിയിൽ, ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന ഒരു മട്ടിൽ, ഒരു ഭാവത്തിലാണ് അവർ ആ വീഡിയോയിൽ സംസാരിച്ചത്. മാത്രവുമല്ല, ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും പിന്നെയും അവരുടെ മഹല്ല് ഭാരവാഹികളെയും മുസ്ലിം സമുദായത്തെയും ആക്ഷേപിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടുമാണ് ജസ്ന സലീം ആ വീഡിയോയിൽ സംസാരിച്ചത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏതൊരു മനുഷ്യനും അവൻ ഇഷ്ടമുള്ള മതവിശ്വാസം സ്വീകരിച്ച് ആ മതത്തിൻ്റെ ആചാരങ്ങളും ആരാധനകളും അനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ടെന്നിരിക്കെ, ഒരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആരാധനാമൂർത്തിയെ നിരന്തരം പുകഴ്ത്തി പറഞ്ഞും ആ കൃഷ്ണ ഭഗവാന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് പലതരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിച്ച് അവിടെ വരുന്ന ഹൈന്ദവരായ വിശ്വാസികളായ ജനങ്ങളുടെ ആരാധനാ കർമ്മങ്ങളെ, ആചാര രീതികളൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടി വിശ്വാസികൾക്കും ഭക്തർക്കും തലവേദനയാകുന്ന വിധത്തിൽ തികച്ചും വൈരുദ്ധ്യമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കുറേ കാലമായി ജസ്ന സലീം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ സ്ത്രീ അറിഞ്ഞോ അറിയാതെയോ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ധ്രുവീകരണത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഇവർക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് അവരെ ഫോണിൽ വിളിച്ചത്. എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ എന്നെ വെല്ലുവിളിക്കുകയും ആരുടെയൊക്കെ ധൈര്യത്തിൽ എന്നെ വീട്ടിൽ കയറി തല്ലുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരു ഭീരുവിനെ പോലെ ആ സ്ത്രീ ഒളിച്ചോടുകയാണ് ചെയ്തത്. ഞാനും ജസ്ന സലീമും തമ്മിലുള്ള ആ ഫോൺ സംഭാഷണം ഇവിടെ പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഹലോ 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 ആ, ജസ്ന സലീം അല്ലേ? അതെ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇല്ല, മനസ്സിലായില്ല. ആരാണ്? ഞാനൊരു യൂട്യൂബറാണ്. എന്തായിരുന്നു? ഞാൻ ഈ കോള് നിങ്ങളോട് സംസാരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം വെച്ചിട്ടല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടി മാത്രമാണ്. നിന്നോട് ആരാ പറഞ്ഞത് ഞാൻ കുറുവങ്ങാട് മഹലിലാണെന്ന്? നീ എടി പോടി എടാ പോടാന്നുള്ള സംഭാഷണം വേണ്ട, മാന്യമായി സംസാരിക്കാം. നീ എന്നെ വിളിച്ച് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് നിങ്ങൾ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് നിങ്ങളുടെ സംസ്കാരമായിരിക്കും. ഓക്കെ, ആയിക്കോട്ടെ, എന്റെ സംസ്കാരം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. മഹല് കമ്മിറ്റിയിലാണെന്ന് പറഞ്ഞത് ആര് പറഞ്ഞു? നിങ്ങൾ കുറുവങ്ങാട് മഹല്ല് കമ്മിറ്റി അംഗമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളല്ലേ ഏതൊരു ഒരുത്തനെ വിളിച്ചിട്ട് വോയിസ് പുറത്തു വിട്ടത്? അദ്ദേഹം പറഞ്ഞില്ലല്ലോ നിങ്ങൾ കുറുവങ്ങാട് മഹല്ലിൽ അംഗമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. ആ വോയിസ് നിങ്ങൾക്ക് അല്ല, നിങ്ങളെ പുറത്താക്കുന്നത് നിങ്ങളെന്നല്ല, ഇസ്ലാമിൽ നിന്നുകൊണ്ട് ദീനീ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരും പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതെ, ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആരും. എങ്ങനെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഏത്? യൂട്യൂബ് നീ ഇപ്പൊ ദീന് സംസാരിക്കുന്നുണ്ടല്ലോ, നീ അന്ന് സംസാരിച്ചതൊക്കെ സത്യാണോ? ഏത് കള്ളത്തരം പറയുന്നത് നിന്റെ ദീനില് പറ്റൂലേ? എന്താണ് ഞാൻ കള്ളത്തരം പറഞ്ഞത്? ഞാൻ എങ്ങനെയാണ് കുറുവങ്ങാട് മഹല് കമ്മിറ്റിയിൽ വരിക എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനും പറഞ്ഞില്ല, നിങ്ങളുടെ മഹല്ല് ഭാരവാഹിയും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്തിനാ നിങ്ങൾ വീണ്ടും അത് ചോദിച്ചു? ഏത്? അല്ല, നിങ്ങൾക്ക് നിയമപരമായിട്ട് പോവാം. നിങ്ങൾ പരസ്യമായി, ഹലോ ജസ്ന സലീം, നിങ്ങൾ പരസ്യമായി മദ്രസകളില് കുട്ടികളുടെ മദ്രസകളില് ഉസ്താദുമാര് ഹിന്ദുക്കളെ കൊല്ലണമെന്നും നിക്ക്, നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അല്ലല്ല, കാട് കയറണ്ട. ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ. കാട് കയറണ്ട. അല്ല, നിങ്ങളുടെ നാട്ടിൽ ഭാര്യമാരും പെങ്ങളുമാരും മാത്രമേ ചോദ്യങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അത് വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴല്ലേ? അല്ല, അത് നിങ്ങളുടെ ജസ്ന സലീം, നിങ്ങളുടെ വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴാണ് ഭാര്യയും സഹോദരിയൊക്കെ മറുപടി പറയേണ്ടത്. നാട്ടിലിറങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ പലതരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അപ്പൊ അതിന് മറുപടി പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാവൂ. മനസ്സിലായോ? അപ്പൊ ഒരു കാര്യം ചെയ്യണം ജസ്ന സലീം. അപ്പൊ ചെയ്യേണ്ടത് എന്താ പറയുക? യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് മദ്രസകളിൽ അന്യമതസ്ഥരൊക്കെ നരകത്തിലെ വിറകുകൊള്ളികളാണ് എന്ന കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കരുത്. അപ്പൊ ചോദ്യം നേരിടേണ്ടി വരും. ജസ്ന, നിങ്ങൾ യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കൊണ്ട് ഈ അന്യമതസ്ഥരൊക്കെ
പിന്നെ നരകത്തിലെ വിറകുകൊള്ളികളാണെന്ന് മദ്രസയെ പഠിപ്പിച്ചു എന്ന് പച്ചക്കള്ളം പറഞ്ഞാൽ ചോദ്യങ്ങൾ നേരിടണം. അയ്യോടാ ആ അതാണ് ആ ചോദ്യം. നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ നേരിടുക, അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് പറയുമ്പോൾ സത്യസന്ധത വേണം. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മക്കളെ മദ്രസയിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു ജസ്ന സലീം. അല്ല, സത്യം നിങ്ങൾ ആര് പഠിപ്പിച്ചാലും നിങ്ങൾ പഠിക്കണം. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സത്യസന്ധമായി പറയാൻ പഠിക്കണം. ഞാനും കൂടെ വിശ്വസിക്കുന്ന എന്റെ മതത്തിനെയാണ് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചത്. മദ്രസകളിൽ ജസ്ന, ഞാനും കൂടി പഠിച്ച മദ്രസയെ കുറിച്ചാണ് നിങ്ങൾ കള്ളത്തരം പ്രചരിപ്പിച്ചത്. ഞാനും കൂടെ പഠിച്ച മദ്രസയെ കുറിച്ചാണ് നിങ്ങൾ കള്ളത്തരം പ്രചരിപ്പിച്ചത്. ഞാനും കൂടെ പഠിച്ച മദ്രസയെ കുറിച്ചാണ് കള്ളത്തരം പ്രചരിപ്പിച്ചത്. സംസാരിക്കുമ്പോ നീ വാ മുട്ടി പോകുന്ന സംസാരല്ല വേണ്ടത്. നീ വലിയ ദീനി, നീ വലിയ ഇസ്ലാമിക വലിയ പണ്ഡിതന്. ഞാൻ പണ്ഡിതനൊന്നും അല്ല. നിങ്ങളുടെ അത്ര പണ്ഡിതനല്ല ഞാൻ. നിങ്ങളുടെ അത്ര പണ്ഡിതനല്ല ഞാൻ. അല്ല, പണ്ഡിതൻ എങ്ങനെയാടാ യൂട്യൂബ് ചാനൽ തുടങ്ങിയ? നിങ്ങളുടെ അത്ര പണ്ഡിതനല്ല ഞാൻ. അല്ലടാ, പിന്നെ ഈ റമ്മിയും മറ്റേ ദിക്കയും ഒക്കെ പരസ്യല്ലേ നിനക്ക് പൈസ തരുന്നത്? എങ്ങനെയാടാ നിനക്ക് ഹലാലാകുക? അത് ഏത് രീതിയിലുള്ള പരസ്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്നുള്ളത് എനിക്കറിയാം. നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം. നിങ്ങൾ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ. ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ? നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ഞാൻ ജസ്ന സലീമിനെ ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ്. കാരണം എനിക്ക് കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. നിങ്ങൾ പറഞ്ഞു എന്തിനാണ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ജസ്ന സലീം, എന്റെ വാപ്പയ്ക്ക് വിളിക്കുകയല്ല വേണ്ടത്. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയണം. ഞാൻ ജസ്ന സലീമിനെ അങ്ങോട്ട് വിളിച്ചത് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ വാപ്പയ്ക്ക് വിളിക്കാതെ ഒരു വാപ്പയ്ക്ക് ജനിച്ച മകളാണെങ്കിൽ അതിന് മറുപടി പറയുക. നിങ്ങൾ കൂടി തെറ്റിദ്ധരിപ്പിച്ചത് എന്റെ മതത്തിനെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത്. അതിന് മറുപടി ഉണ്ടോ? നിങ്ങൾ എന്നെ നിങ്ങളുടെ തല്ല് കൊള്ളാൻ ഞാൻ റെഡിയാണ്. പക്ഷെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. ഉണ്ടോ? എന്നാ പിന്നെ അതേ പറയും. ഇനി മേലാൽ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും, മതത്തെ മറ്റുള്ള സംഘപരിവാറിന് ഒറ്റിക്കൊടുക്കുന്ന പരിപാടിയും കൊണ്ട് ജസ്ന സലീം യൂട്യൂബിൽ പൂണ്ടു വിളയാടാൻ ശ്രമിച്ചാൽ നിങ്ങളെ ഞങ്ങൾ നിയമപരമായി നേരിടും. ഇപ്പൊ കേസ് വന്നില്ലേ? അതുപോലെ കേസ് വരും. അതുകൊണ്ട് സംഘപരിവാറിന്റെ ഫണ്ട് വാങ്ങിച്ച് മുസ്ലിം സമൂഹത്തെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിക്കുന്ന നീ അടക്കമുള്ള മുഴുവൻ ആളുകളെയും പച്ചയായി വലിച്ചു കയറി സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കും. ഒരു വിട്ടുവീഴ്ചയില്ല. ഒന്നെങ്കിൽ ഹിന്ദു മതവിശ്വാസിയായി ജീവിക്കാം, അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസിയായി ജീവിക്കാം. രണ്ട് മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള ജസ്ന സലീമിന്റെ ഗൂഢശ്രമങ്ങൾ മതേതര കേരളത്തിൽ ചെലവാകില്ല. മനസ്സിലായോ? നിങ്ങൾ കേട്ടില്ലേ? ഇതാണ് ആ ഫോൺ സംഭാഷണം. എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ എൻ്റെ വീട്ടുകാരെയും തെറിവിളിച്ച് ആ സ്ത്രീ ഓടി ഒളിക്കുകയായിരുന്നു. ജസ്ന സലീം, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഹിന്ദുമതം സ്വീകരിച്ച് കൃഷ്ണനെ ദൈവമായി കണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടന തരുന്നുണ്ട്. ആ വിശ്വാസം അനുസരിച്ച് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അവസരങ്ങളും നിങ്ങൾക്ക് നാട്ടിലുണ്ട്. എന്നിട്ടും എന്തിനാണ് നിങ്ങൾ ഈ നാടകം കളിക്കുന്നത്? നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? ആരെയാണ് നിങ്ങൾ പൊട്ടന്മാരാക്കുന്നത്? ഇനിയെങ്കിലും നിങ്ങൾ സത്യം മനസ്സിലാക്കുക, യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ സമൂഹത്തിലുണ്ടാക്കുന്ന വിഭാഗീയതയെക്കുറിച്ച് നിങ്ങൾക്ക് ഇനിയും ബോധ്യമായിട്ടില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നിങ്ങളുടെ വക്കീലിനോടെങ്കിലും കാര്യങ്ങൾ ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. സമൂഹത്തിൽ ഇത്രത്തോളം പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കി അവസാനം കേസായിട്ടും പിന്നെയും ജനങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഞാൻ കൃഷ്ണനെ സ്നേഹിച്ചതാണോ ഇത്ര വലിയ തെറ്റ്, കൃഷ്ണനെ ആരാധിച്ചതാണോ ഇത്ര വലിയ തെറ്റ് എന്ന് നിങ്ങൾ ചോദിക്കുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരാൾ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുകയും കോൺഗ്രസ്സിന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ നടക്കുന്നത് കാണുമ്പോൾ അയാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളിച്ച് വിശദീകരണം ചോദിക്കുമ്പോൾ അയാൾ പറയുന്നൊരു മറുപടിയുണ്ട്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്ന് ചോദിക്കുന്ന മന്ദബുദ്ധിയായ ഒരാളുടെ മാനസികാവസ്ഥ ഉണ്ടല്ലോ, അയാളുടെ മാനസികാവസ്ഥയെക്കാളും ഏറെ താഴെയാണ് ഇപ്പോൾ നീ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് അയാളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞത്, നീ പാർട്ടി അംഗത്വം രാജിവെച്ചിട്ട് കോൺഗ്രസ്സിൽ അംഗത്വം എടുത്ത് ആ പാർട്ടിയിൽ പ്രവർത്തിച്ചോളൂ എന്നാണ്. അതുപോലെ തന്നെ നിനക്ക് മുസ്ലിമായി ജീവിക്കാൻ താല്പര്യമില്ല എങ്കിൽ നീ ഇസ്ലാം മതം ഉപേക്ഷിച്ച് നിനക്ക് കൃഷ്ണനെ വിശ്വസിച്ച് ജീവിക്കാൻ, ഹിന്ദുമത വിശ്വാസം സ്വീകരിച്ച് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ പിന്നെ ഈ അഭ്യാസങ്ങളൊക്കെ ഒഴിവാക്കി, ഈ നാടകമൊക്കെ ഒഴിവാക്കി, ഈ ഡുവൽ പേഴ്സണാലിറ്റിയൊക്കെ മാറ്റിവെച്ച് നിൻ്റേതായ രീതിയിൽ നിനക്ക് ജീവിക്കാം. അതല്ല നീ ഇപ്പോൾ തുടരുന്ന പരിപാടി വീണ്ടും തുടരാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ സംഘർഷവും കലാപവും വിഭാഗീയതയും ഉണ്ടാക്കുക എന്ന
ഗൂഢലക്ഷ്യത്തോടു കൂടിയിട്ടാണ് വീണ്ടും നീ പ്രവർത്തിക്കാൻ, നീ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിനക്കെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. നിന്നെപ്പോലെയുള്ളവരെ പൊളിച്ചു കാണിക്കുക തന്നെ ചെയ്യും. ഇരുമത വിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കൃഷ്ണൻ്റെ പേരിൽ നീ നടത്തുന്ന ഈ നാടകം ഞങ്ങൾ വീണ്ടും വീണ്ടും തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. ഇസ്ലാം മതത്തെക്കുറിച്ചും മുസ്ലിം സമുദായത്തെക്കുറിച്ചും കല്ല് വെച്ച നുണകൾ പ്രചരിപ്പിക്കാനുമൊക്കെയാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ പച്ചയായി ഞങ്ങൾ പൊളിച്ചു കാണിക്കും. നിനക്കെതിരെയുള്ള പ്രചരണങ്ങളും പ്രതികരണങ്ങളും ഞങ്ങൾ കടുപ്പിക്കും. നീ നടത്തുന്ന ദീനീവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ നിനക്കെതിരെ നടപടിയെടുക്കാനും മുന്നറിയിപ്പ് തരാനും വേണ്ടി വന്നാൽ നിന്നെ പുറത്താക്കാനുമൊക്കെ നിങ്ങളുടെ മഹല്ല് ഭാരവാഹികൾക്ക് ഭയമായിരിക്കും. പക്ഷേ സമുദായത്തിന് നിന്നെപ്പോലെയുള്ളവരെ ഭയമില്ല. വേണ്ടി വന്നാൽ നിന്നെപ്പോലുള്ളവരെ പാഠം പഠിപ്പിക്കാൻ സമുദായം ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ജസ്ന സലീം, ഈ വീഡിയോ നിനക്കുള്ള ശക്തമായ താക്കീതാണ്, മുന്നറിയിപ്പാണ്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.